സുമേ ആ സത്യം വരുന്നുണ്ട്. മോളെ കല്യാണമായില്ലോ. എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരു 7 ലക്ഷം കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെന്താ കൊടുക്കാലോ? ആള് പണ്ട് നമ്മൾ എന്തോരം സഹായിച്ചിട്ടുള്ളതാ. ചേട്ടാ 7 ഒരു 10 ലക്ഷം കൊടുത്തു. കൊടുക്കാല്ലേ? ആ സത്യനായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ പൈസയുടെ കാര്യം വൈഫായിട്ട് സംസാരിച്ചു. അവളൊരു പൊട്ടിക്കാൻ സമ്മതിക്കുന്നില്ലേ. സത്യനറിയാലോ, വീട്ടിലെ കാശിന് കണക്കുക സുമലതയെ കൈകാര്യം ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് സത്യനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഞാനെന്തൊരു ചെയ്യുക? സത്യം എല്ലാം ശരിയാണ്. ഞാൻ പ്രാർത്ഥിക്കാം. നല്ല കാലത്തെ നാട്ടുകാരെ മുഴുവൻ സഹായിച്ചതിൻ്റെ ഗുണമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്നെ അങ്ങനെയാവാൻ കിട്ടില്ല. അയ്യോ, സത്യേട്ടൻ പോയാ? ആ, ആള് പോയി. ആള് കാശിനൊന്നല്ല വന്നത്, പിന്നെ വേറൊരു കാര്യത്തിന് വന്നാണ്. അയ്യോ, എന്നാലും ചായ കുടിച്ചിട്ട് പോയിരുന്നു. സത്യ, നിനക്ക് മോളുണ്ടായത് നീ ഇപ്പോഴാണ് പറഞ്ഞത്? 25 വയസ്സായില്ല നിന്റെ മോൾക്ക്. ഇതൊന്നും ഇപ്പോഴല്ല ആലോചിക്കേണ്ടത്. അതൊക്കെ എന്നെ കണ്ടുപിടിക്കും. എൻ്റെ മോളുണ്ടായപ്പോഴേ ഞാൻ എന്താ ചെയ്യുന്നറിയോ? 2 കുറി ചേർന്നു, കുറച്ച് കാശ് അപ്പി ഇട്ടു, 2 SIP ചേർന്നു. അതുപോലെ തന്നെ അവളുടെ ഓരോ പിറന്നാളും കുറേശ്ശെ സ്വർണം മേടിച്ചു വയ്ക്കും. അതുകൊണ്ട് എന്താ, ഒരാളെ ആശ്രയിക്കാതെ അവളുടെ കല്യാണം അന്തസ്സായി നടത്താൻ എനിക്ക് പറ്റിയില്ലേ? സത്യ, പറയുമ്പോൾ വിഷമം വിചാരിക്കാതെ. ഇനി നിന്നെ പോലത്തെ ഉത്തരവാദിത്തമില്ലാത്ത അച്ഛന്മാർക്ക് പറ്റിയൊരു പണി ഞാൻ പറഞ്ഞുതരാം. ആ രജിസ്റ്റർ ഓഫീസിലെ പോയി കല്യാണം നടത്തുക. 9 പൈസ ചെലവില്ല. ഒരു മിനിറ്റ്. ഡോ പൗലോസ് ചേട്ടാ, ഞാൻ നാട് വിട്ട് പോകണമെന്നില്ല. ഇവിടെയുണ്ട്. ഇങ്ങനെ എപ്പോഴും വിളിക്കണമെന്നില്ല. കള്ളു കുടിക്കാൻ മേടിച്ചൊന്നുമല്ലല്ലോ. എൻ്റെ മോളുടെ കല്യാണത്തിന് മേടിച്ചതല്ലേ, ഞാൻ തരാന്ന്. സത്യ, പൊന്നെ സത്യേട്ടാ, ഒരു 2 ദിവസം മുമ്പ് ഒന്ന് ഫോൺ ചെയ്ത് പറയാറുന്നല്ലേ. സത്യേട്ടാ, നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ സൈഡിലുള്ള സ്ഥലമല്ലേ, അത് ഞാൻ അങ്ങോട്ട് വാങ്ങി. അതിൻ്റെ മിഞ്ഞാന്നായിരുന്നു എൻ്റെ കരാറ്. ഒരു 2 ദിവസം മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിച്ചാൽ 2 മാസം കഴിഞ്ഞാലേ അതിൻ്റെ തീരാണ്. 6 കോടി രൂപ വേണം. എവിടെ നിന്ന് ഉണ്ടാക്കുന്നു എനിക്കൊരു എത്തും പിടിയില്ല. സത്യേട്ടാ സഹായിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ലേട്ടാ. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തിയാനേ. പക്ഷെ എന്താ ചെയ്യാ സത്യേട്ടൻ? ശരി സത്യേട്ടൻ, ഞാൻ പ്രാർത്ഥിക്കട്ടാ. സത്യം അറിയാലോ, എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. തരാൻ എനിക്കൊട്ടും ഒരു മടിയുമില്ല. അതും ഈ നാട്ടുകാർക്കറിയാം. പക്ഷേ ഞാൻ കാശ് കൊടുത്ത് സഹായിച്ചുള്ള ഒരാള് ഇന്നോളം ഗതി പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യേട്ടൻ്റെ മോളും പെരുവഴിയിൽ ഇറങ്ങി തണ്ടണത് കാണാൻ എനിക്ക് പറ്റില്ല. കാശ് ഞാൻ തരില്ലേ സത്യേട്ടൻ, അത് മാത്രം പ്രതീക്ഷിക്കണ്ട. സത്യേട്ടൻ നന്മയുള്ളവനാ, ഞാൻ പ്രാർത്ഥിക്കും. ഒക്കെ ശരിയാവും. ഒരുപാട് ഭംഗിയാണ്. ആ മോളെ, നീ വന്നിട്ട് കുറേ നേരേ? ഇല്ലേട്ടാ, ഇപ്പം എത്തിയുള്ളൂ. മോളുടെ കല്യാണത്തിന് കാശിന് വേണ്ടി ഓടി നടക്കുമ്പോൾ കൂടപ്പിറപ്പുകളായി ഞങ്ങൾ 3 പേരെ ഓർത്തില്ലല്ലോ. ഏട്ടൻ ഓർക്കാഞ്ഞിട്ടല്ല മോളെ, നിനക്ക് തരാനുള്ള സ്ത്രീധന ബാക്കി ഏട്ടൻ മറന്നിട്ടല്ല, എന്നെ കൊണ്ട് പറ്റാണ്ടാണ്. അപ്പൊ ചേട്ടന്റെ വിചാരം സ്ത്രീധന ബാക്കി വാങ്ങാൻ വന്നാ ഞാൻ എന്നാ? എന്ന് തുടങ്ങിയത് ഏട്ടൻ്റെ കഷ്ടപ്പാട്. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഞങ്ങളെ 3 പെൺകുട്ടികളെ വളർത്തി പഠിപ്പിച്ച് കല്യാണം പ്രസവം ഇതൊക്കെ നോക്കി നടത്തിയത് ചേട്ടൻ ഒറ്റയ്ക്കല്ലേ. അതൊക്കെ എന്തിനാ മോളെ ഇപ്പൊ ഇവിടെ പറയണത്? ഏട്ടത്തിയമ്മ മരിച്ചിട്ട് വേറൊരു വിവാഹത്തിന് പോലും ഏട്ടനെ ആലോചിക്കാഞ്ഞത് മോളെയും ഞങ്ങളെയും ഓർത്തിട്ടല്ലേ. പണ്ട് തൊട്ട് സ്വന്തം കാര്യം നോക്കി നടത്തുന്നെങ്കിൽ ഏട്ടന് ഇപ്പം ഇങ്ങനെ ഇരക്കാൻ നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി ഒരു തീരുമാനം എടുത്തു. എന്തായി പറഞ്ഞു? ഏട്ടൻ ഞങ്ങൾക്ക് 3 പേർക്കും തന്ന സ്വർണത്തിൽ നിന്ന് ഇത്തിരീശ എടുത്തതാണിത്. ഇതുകൊണ്ട് അവളുടെ കല്യാണം ഭംഗിയായി നടത്തണം. ഒരാളുടെ മുന്നിൽ ഇനി ഏട്ടൻ തല ഉനിക്കരുത്. അവള് ഞങ്ങളുടെയും കൂടി മോളല്ലേ ഏട്ടാ.